ഹലോ നമസ്കാരം. എൻ്റെ പിങ്ക് ചെമ്പരത്തിയിൽ ഇത് ഇന്നലെ വിടർന്ന പൂവാണേ. ഇന്നും ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് 2 ദിവസം വിടർന്ന് നിൽക്കും കേട്ടോ. ഇതുണ്ടോ, നല്ല റെഡ് കളറ്, ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക റെഡാട്ടോ. അതിൻ്റെ കളറ് പിടികിട്ടുമോയെന്നറിയത്തില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള റെഡാണേ. ഇത് റെഡാന്ന് തോന്നുന്നു. നമ്മുടെ യെല്ലോയിൽ വീണ്ടും മുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. നല്ല തിരക്കുള്ള ടൈമാണ് എനിക്കിപ്പോൾ. ഓഫീസ് വർക്ക് കുറച്ച് കൂടുതലുള്ള ടൈമാണ്. അപ്പോൾ എൻ്റെ ചെടികളെ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്കങ്ങനെ വീഡിയോസും എടുക്കാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെടികളിൽ ഒരു കാര്യം കെയറിങ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഇത് കണ്ടോ, ചെടിയൊക്കെ വാടി നിൽക്കുക. ഇന്ന് രാവിലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അസേലിയയിലൊക്കെ ഫ്ലവർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഈ ലില്ലിച്ചെടിയില്ലേ, ഞാനിവിടെ അരമതിലിന് താഴെ ഇങ്ങനെ നിരത്തി നട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ പൂവുണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ തൊടുപുഴയിൽ പോയായിരുന്നേ. അവിടെ ചെന്നപ്പോൾ അവിടെ അടുത്ത വീട്ടിലുണ്ടല്ലോ, റോഡരികിൽ നിരന്നിത് നിൽക്കുവാണ്. നിരന്നെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗി, ഫുൾ പൂത്ത് നിൽക്കുക കേട്ടോ. ഇവിടെ ഈ ഒരെണ്ണേ പൂത്തിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ നിരത്തി ഞാൻ നട്ടിട്ടുണ്ട്. പൂക്കോന്നറിയില്ല. പറമ്പിലും ഞാൻ ചെടി നട്ടിട്ടുണ്ട്, തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ. ചെടികളുടെ ഇലയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, ഇങ്ങനെ കരിഞ്ഞ പോലെ വരുന്നുണ്ട് കേട്ടോ. കനകാമ്പരം, എൻ്റെ ചെറുപ്പത്തിലെ കനകാമ്പരം ഇങ്ങനെ മാല കെട്ടി തലയിൽ ചൂടുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് വൈറ്റ് നമ്മുടെ മുല്ലയും കനകാമ്പരം കൂടെ ഇടകലർത്തി. എന്തിഷ്ടമുള്ള കാര്യമായിരുന്നു എന്ന് പറയും. ഇപ്പോഴത്തെ പിള്ളേർക്ക് പൂ ചൂടുന്നതും ഇഷ്ടമല്ല, കെട്ടാനും അറിയില്ല. നമ്മുടെ ഈ ചെടി ഉണങ്ങി പോയ ചെടിയാണ്. പിടിപ്പിച്ചെടുത്തിപ്പോൾ നിറയെ മൊട്ടും ഫ്ലവറും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണങ്ങിപ്പോയത് അതിൻ്റെ വേറൊരു പ്ലാന്റ്, അതിപ്പോൾ പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വരുന്ന ഇലകളിലൊക്കെ മുട്ട് വരുന്നുണ്ട്. പിന്നെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ ഇത്രയും ദിവസം നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പോയി. ഇനി റെഡ് കളറിലെ കനകാമ്പരം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ കുറച്ചധികം ചെടികൾ നട്ടിട്ടുണ്ട്. ഇത് ഒടിച്ചൊടിച്ച് കുറേ ചട്ടികളിലാക്കിയിട്ടുണ്ട് കേട്ടോ. 1-2 പൂക്കളൊക്കെ ഉള്ളൂ, എന്നാലും വിടരുന്നുണ്ട്. എൻ്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ള ബോഗൻവില്ല ഫ്ലവേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇതാട്ടോ. എന്താണെന്നറിയില്ല, അവന് ഒരുപാട് ഇഷ്ടം ഈ ഒരു ഫ്ലവർ. നമ്മുടെ ഗാൽഫീമിയ ഇങ്ങനെ വെയിൽ നോക്കി ചെരിഞ്ഞ് വരുക ചട്ടിയിൽ നിന്ന്. ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്, കണിക്കൊന്ന നിറയെ പൂത്ത് നിൽക്കുവാണ്. നമ്മൾ ഇനിയിപ്പോൾ വിഷുവൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അതുപോലെ നമ്മുടെ മാവിലൊക്കെ നിറയെ മാങ്ങകളുണ്ട്. പക്ഷേ ഇപ്രാവശ്യം താഴത്തെ കൊമ്പൊക്കെ വെട്ടിയത് കാരണം പൊക്കത്താണ് എല്ലാം. നമ്മുടെ ഇവിടെ ബാക്കിലെ ഗാർഡനിലും ചെടികളൊക്കെ വാടി നിൽക്കും കേട്ടോ. എല്ലാത്തിനും ഒരു വാട്ടമാണേ. ഇവിടെ ഒരു വശത്ത് നന്നായിട്ട് വെയിൽ കിട്ടും, കുറച്ച് ടൈം നല്ല വെയിൽ കിട്ടും. ഈ കുളത്തിൽ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ചീര വിത്ത് പാകിയതാണ്. പിടിച്ചു വരുന്നുണ്ട്. ഇതുകൊണ്ട് ഉള്ളി നട്ടേക്കുന്നത്. ഈ ഉള്ളി നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ലീവ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ.
പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട് ഗ്രോ ബാഗിൽ. അത് കണ്ടോ നിൽക്കുന്ന എൻ്റെ ജമന്തി തൈകളാണ്. കണ്ടോ ഈ പർപ്പിൾ ഹാർട്ടും അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ബാമ്പു പ്ലാന്റും കൂടെ ഒരുമിച്ച് നട്ടേക്കുക. പീസ് ലില്ലി